ഈ പാർട്ടി വളപ്പിലേക്കില്ല വഴി ഈ റോഡിലൂടെ നേരെ അങ്ങോട്ട് പോയാൽ ഇടത്തോട്ടൊരു വളവുണ്ട്. അതിലൂടെ നേരെ പോയാൽ പാർട്ടി വളപ്പിൽ. അല്ല, അവിടെ ഇടത്തേക്കാ നിങ്ങൾക്ക് പോകേണ്ടത്? അത് കഴിഞ്ഞ മാസം മരിച്ചുപോയില്ലേ കണ്ണൻ, അവിടത്തേക്കാ. നിങ്ങൾ എവിടുന്ന് വരുന്നേ? ചെറുകുന്ന്. ബന്ധുവാ? എൻ്റെ മോനാ കണ്ണൻ. വൈദ്യര് അല്ലേ? കണ്ണൻ പറയലുണ്ട്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. കുറെ കരഞ്ഞില്ലേ, ഇനി മതി. കരയിക്കാനല്ല, കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എന്നോട് പൊറുക്കണം. എല്ലാം പുറത്തിട്ട് തന്നെയാ ഞാൻ വന്നിനി. നിനക്കൊരു മോനെ തന്നിട്ടല്ലേ ഓൻ പോയത്. ഓന് വേണ്ടിയാ നീ ഇനി ജീവിക്കേണ്ടത്. ഓനിങ് വന്നേ. പോ മോനെ, മോന്റെ അച്ചാച്ചനാന്ന്. അവന്റെ പേരെന്നാന്ന്? കുട്ടൻ. കുട്ടെന്നാ വിളിക്കല്. ശരിക്കും പേര് ആദർശനാണ്. അച്ഛൻ ഉണ്ടായി തന്ന തോക്കായത്. ആഹാ, കൊള്ളാലോ. മോൻ അച്ചാച്ചന്റെ കൂടെ വരുന്ന? അമ്മേനെ കൂട്ടുവാ. എന്നാ പോവാ. അച്ഛനി തിന്ന കപ്പ എടുക്കട്ടാ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ഒന്നും ഇറങ്ങൂല, അതുകൊണ്ടാ. എന്താ ഇതെല്ലാം ഇങ്ങനെ? ഇവന്റെ അച്ഛന്റെ പണി തന്നെ ഇതെല്ലാം. ഓരോ നേരത്ത് ഓരോ സ്വഭാവമാണ്. എന്നോട് കൈ കയറിയിട്ട് അവസാനം പോന്ന പോക്കിൽ ചെയ്തു കൂട്ടിയതാണ് ഇതെല്ലാം. ഇനിയിപ്പോൾ അതൊന്നും ഓർക്കണ്ട. നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ വന്നിനി. എന്തൊക്കെയാന്ന് വെച്ചാൽ എടുത്തിട്ട് വേഗം വാ. അച്ഛാ, ഞാൻ ഒന്നും പറയണ്ട. ആടത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊന്നും നീ വേവലാതിപ്പെടണ്ട. ഞാനാ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വാ. നിക്ക്. വാ മോനെ.
ഇതാ ഇങ്ങോട്ട്. ഓക്കെ പിടി. ഇവനടക്ക് തട്ടിപ്പ് കളിക്കേ. അതെല്ലാം നമുക്കറിയില്ല മോനെ. ഇതാ നോക്കിയോ. എന്നാ വേണ്ട ഒരു ടെൻഷൻ. കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഏട്ടൻ്റെ ഭാര്യ മോനും വന്നിട്ടുണ്ടല്ലേ? നീ ചെയ്യേണ്ട കാര്യം നിന്റെ അച്ഛൻ ചെയ്തിന്. ഈ വയസ്സാലത്ത് ആളെ ചങ്കൂറ്റ സമ്മതിക്കണം. എന്താ നിനക്കൊരു പുച്ഛം? നിന്റെ ഏട്ടൻ്റെ ഭാര്യ മോനും അല്ലേ? ഏട്ടൻ്റെ ഭാര്യയും മോനും എനക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടെ എല്ലിന്റെ സ്ഥാനം തെറ്റിയിട്ടുണ്ട്. സാരല്ല, ദാ ആ കൈയൊന്ന് പിടിച്ചേ. എങ്ങനെയാ വീണത്? അപ്പൊ നീ വലിയ കളിക്കാരനാണല്ലേ? അത് ശരി. കഴിഞ്ഞു. രാമരാ, അതിങ്ങെടുക്ക്. എന്നാ പേര്? ഗോകുൽ. ഗോകുൽ. രണ്ടു മൂന്ന് ദിവസം കൈ അനക്കാണ്ട് നോക്കണം. ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. ശരി. ഓക്കെയോ? വേണു വന്നുവാ? ഇല്ല. മോളെ, അപ്പുറത്തെ കുഞ്ഞിരാമന്റെ മോക്ക് കുളി തെറ്റിയിട്ട് ഇന്നേ 7 ആ ചടങ്ങിനൊന്ന് പങ്കെടുക്കണം. മോള് വരുന്ന? ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നേ. വേണ്ട, എല്ലാവർക്കും ഒരു കാഴ്ച വസ്തു ആവാൻ മോൻ പോണ്ട. ഏച്ചി, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല. മോള് ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ടേ? അത് സാരമില്ലമ്മേ, എനിക്കിതിലൊരു ശീലായി. എന്നാ മോൻ വാ. മോനെ നോക്കി നടക്കണേ. ഗൗരി, ഗൗരി, നിക്ക്. ഗൗരി, നീയാടാ ഓടുന്ന്? നിനക്കെന്താ എന്നോട് ചൊടിയാന്ന്? ചൊടിയൊന്നുമില്ല. വിളിച്ചിട്ടെന്തേ നിക്കാണ്ട് പോയിനി? ഒന്നുമില്ല. നീ ഇപ്പൊ കളിക്കാനൊന്നും വരലില്ലല്ലോ. എന്നാ പറ്റിയത്? ഒന്നുമില്ല അണ്ണട്ടാ. അങ്ങനെ എന്നെ വിടൂല. കാര്യം പറ. ആൺകുട്ടികളൊന്നിച്ച് ചിരിക്കാനും കളിക്കാനൊന്നും പാടില്ല എന്ന് അമ്മ പറഞ്ഞിന്. ഇത്രയും നാള് നിന്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇപ്പൊ എന്താ ഇങ്ങനെ? അതൊന്നും ഇപ്പം നിന്നോട് പറയാൻ പറ്റൂല.
എന്നാ മോളെ, എന്തെന്നാ ഇത്? നിനക്കെന്നാ പറ്റിയേ? ഇതെല്ലാം അടുപ്പിലിട്ട് കത്തിക്കാൻ പാടണ്ട. എനിക്കിനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വാ എണീക്ക്. നിങ്ങൾ എന്നാ പറയുന്നൊന്നും എനക്ക് മനസ്സിലാവുന്നില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിലവിളക്ക് കത്തിച്ച് കല്യാണ പെണ്ണിനെ പോലെ പടിഞ്ഞാറ്റി കയറ്റി കിടത്തിയത് അത് കുറച്ച് അധികമായിപ്പോയി. എത്ര വലിയ ആളായാലും സമുദായത്തിനെ വെല്ലുവിളിക്കാനൊന്നും ഒരാളെ അനുവദിക്കൂലേ? ഓഹോ, ഞാൻ ആരെയും വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല. എടോ, ഓൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവില്ല. കണ്ണൻ മരിച്ച സ്ഥിതിക്ക് ഓൻ്റെ ഓളയും കുഞ്ഞിനെയും നോക്കേണ്ട കടമ എനക്കില്ലേ? ആ കടമ നിങ്ങളെക്കാൾ കൂടുതൽ ഗൗരീൻ്റെ വീട്ടുകാർക്കല്ലേ? അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടല്ല. അവർ മലയന്മാരാണ്. സമുദായം പറഞ്ഞതിനപ്പുറം അവർ പോവില്ല. ഓളച്ഛൻ ചിണ്ടപ്പണിക്കർക്ക് അതിൻ്റെ ധൈര്യം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയല്ല. ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉണ്ട്. അതിൽ വലുതൊന്നും അല്ല സമുദായം. സമുദായക്കാരെന്ന നിലക്ക് ഞങ്ങൾക്കും ഉണ്ട് ചിലത് പറയാൻ. വൈദ്യരെ, ഈ കളി സമുദായക്കാരോട് മാത്രമല്ല ദൈവത്തോടും കൂടിയാണ്. അത് ഓർത്താ നല്ലത്. തിരിച്ചറിവ് വന്ന കാലം മുതൽ കോലം കെട്ടിയാണെന്ന് തുടങ്ങിയതാ ഞാൻ. അറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ ദൈവനിഷേധം കാട്ടിയിട്ടില്ല. നാട്ടിനടുപ്പ് തെറ്റിച്ച ശിക്ഷയാണ് കണ്ണന് കിട്ടീനി. ഓനേതോ നാട്ടിൽ പെരുവൈക്ക് വീണ് ചത്ത് ചീഞ്ഞത് ദൈവശിക്ഷ അല്ലാണ്ട് വേറെന്തെന്ന്? കണ്ണൻ ചെയ്ത തെറ്റൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഓൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകേണ്ടുന്നത്. പക്ഷേ ഈ മോൻ എന്ത് വഹിച്ചു? ഓൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എത്ര തോന്നിയാസി ആയാലും ഓൻ എൻ്റെ മോനല്ലേ. ഒരമ്മക്ക് ചിലപ്പോൾ മോനെ തള്ളിപ്പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ തള്ളിക്കളയാനാവോ? പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ഓൻ ചെയ്തിനി. ആചാരപ്പെട്ട കാരണവന്മാരെല്ലാം തീരുമാനിച്ചിട്ടാ ഓനെ സമുദായത്തിൽ നിന്ന് പുറത്താക്കിയിനി. അന്നീ പെരുവണ്ണാനും മുമ്പിൽ നിന്നിട്ടേ എല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷെ ദൈവം പോലും കൈവിട്ട സ്ഥിതിക്ക് എനക്കവരെ നോക്കിയേ പറ്റൂ. ഗൗരി എൻ്റെ മോളായിട്ട് ഈ വീട്ടിൽ കഴിയും. ഇത് അമ്പ് പെരുവണ്ണാൻ്റെ തീരുമാനമാണ്. അത് തന്നെയാണ് ദൈവനിശ്ചയം. അതിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. നമ്മളെ വണ്ണാമ്പയത്തിലെ മോൻ നോക്ക്, ഭൂലോക ദേവി കൂടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അത് ദേവി കൂടിയത് തന്നെ, സംശയം വേണ്ട. പക്ഷെ വൈദ്യര് സമ്മതിക്കണ്ടേ? മനപ്രയാസം കൊണ്ടുണ്ടായ സൂക്കേടെന്നാ വൈദ്യര് പറയുന്നേ. എന്ത് സൂക്കേട്? ചെറുപ്പത്തിൽ ഉത്സവം കണ്ട ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. 10-65 കൊല്ലായി ആടെ ഉത്സവം മുടങ്ങിയിട്ട്. ഗൗരീൻ്റെ അമ്മേനെ പോലും ഒന്നും പറ്റിയിട്ടില്ല. ഇന്നേ വരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തൊരു തെയ്യത്തിന്റെ ചോടും മറ്റും അതുപോലെ ചെയ്യുമെന്ന് വെച്ചാ ദേവി കൂടി തന്നെ, ഒരു സംശയമില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂലോത്ത ചൂരക്കുണ്ടിൽ വിളക്ക് വെക്കാൻ വേണ്ടി ചെന്നപ്പോ അന്ത്യത്തിരി നാടി ഒരു സർപ്പത്തിനെ കണ്ട് പേടിച്ചു വരും. ഞാനും പറയുന്ന കേട്ടിനി. കുറച്ച് കഴിഞ്ഞ് അന്ത്യത്തിരിയെ 3-4 ആളെയും കൂട്ടി പോയപ്പോ കണ്ടത് സർപ്പം കൽവിളക്കിൽ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്നതാണ്. ചൂരക്കുണ്ടില് സർപ്പത്തിന്റെ രൂപത്തിൽ കണ്ട ദേവിയാ ഇപ്പൊ ആ മലയിപ്പെണ്ണിന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത്. കല്യാണ്ടി, നമ്മളെ കൂലോത്ത കാവുന്ന് ദേവി പുറത്തിറങ്ങിന്നാ തോന്നുന്നു. പെരുവണ്ണാന്റെ മോന്റെ ഓളെ വേത്ത് കൂടിയിട്ടുണ്ട്. തെയ്യത്തിന്റെ അതേ പുറപ്പാടല്ലാന്നാ പയമക്കാര് പറയുന്നു. ഇപ്പൊ പോയ നിങ്ങൾക്കറിയാ, ചൂരക്കുണ്ടും കാവുമെല്ലാം പണ്ട് വലിയ പൂങ്കാവനും ആയിരുന്നോലും ദേവസ്ത്രീകൾ പൂ പറിക്കാൻ വരുന്ന സ്ഥലം. അങ്ങനെ ഒരു ദിവസം പൂ പറിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദേവസ്ത്രീ ചൂരമുള്ളില് കുടുങ്ങിപ്പോയി. രക്ഷപ്പെടാനാവാണ്ട് ഒരു നിലവിളിച്ചു. അപ്പൊ തോട്ടം കാവൽക്കാര് വന്ന ആ ഓരെ രക്ഷിച്ചിന്. പിന്നെ നാരദര് വന്നിട്ട് അന്ന് ഓറെ തിരിച്ച് ദേവലോകത്തേക്ക് കൊണ്ടുപോയിന്.
അങ്ങനെയാന്ന് ഈടെ ദേവീന്റെ ചൈതന്യം നമ്മക്കുണ്ടായത്. ദൈവേ അമ്മേ, ഞങ്ങളെ കാത്തോളേ. എന്റെ ദേവിയെ കാത്തുരക്ഷിക്കണേ. അമ്മേ, എന്റെ ദൈവേ കരുണാമയേ, എന്റെ ദേവിയെ രക്ഷിക്കണേ. ഞങ്ങളെ കാത്തോളേ. ബഹളം നടക്കുമ്പോ ആദ്യം എന്ത് തോന്നി? നെഞ്ചത്താരോ ശക്തിയെ ഇടിക്കുന്ന പോലെ തോന്നി. എന്നിട്ട് ദേഹത്ത് പലയിടത്തും ഞരമ്പെല്ലാം കോച്ചി വലിക്കുന്ന പോലെ. പിന്നെ 2 ചെവിയിലെ കൂടിയും തലയിലേക്ക് ശക്തിയായിട്ട് കാറ്റടിച്ച് കയറുന്ന പോലെ. ശരി, അതിനുശേഷം? അതിനുശേഷം എനിക്കൊന്നും ഓർമ്മയില്ല. നിങ്ങൾ ദേവിയെപ്പോലെ ഉറഞ്ഞാടി എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഡോക്ടറെ. ഗൗരി ആ തെയ്യത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആരാ പറഞ്ഞു തന്നത്? അമ്മമ്മ. അമ്മമ്മ എന്താ പറഞ്ഞു തന്നത്? ചെറുപ്പത്തില് ഞങ്ങളെല്ലാം ഓർക്കാൻ അമ്മമ്മ തോറ്റമ്പാട്ട് പാടിത്തരും. ഞങ്ങൾ വാശി പിടിച്ച തെയ്യത്തിന്റെ ചുവടെല്ലാം കാണിച്ചു തരും. അമ്മമ്മ തെയ്യക്കാരിയായിരുന്നു. ഭർത്താവിന് സ്വപ്നം കാണാറുണ്ടോ? ആ. അദ്ദേഹത്തിന്റെ ഏത് മുഖമാണ് സ്വപ്നത്തിൽ തെളിയുന്നത്? 2 കണ്ണും തുറന്ന് മരിച്ചു കിടക്കുന്ന മുഖം. ആ, ഇരിക്കൂ. പേടിക്കാനൊന്നുമില്ല. ഇതൊരു മാനസിക വിഭ്രാന്തിയാണ്. മനസ്സിന് താങ്ങാവുന്നതിലും വലിയ പ്രയാസങ്ങളും സംഘർഷങ്ങളും ദീർഘനാളായി നിലനിൽക്കുമ്പോഴാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. മെൻസസ് നിന്നുപോയതൊക്കെ ഈ രോഗത്തിന്റെ ഭാഗമാണ്. അതൊക്കെ ശരിയാകും. ഗൗരി പേടിക്കണ്ട. ഇങ്ങനെയുള്ള സൂക്കേടിനെ ആയുർവേദത്തിൽ നല്ല ചികിത്സയുണ്ട്. ഞാൻ ഒരു വൈദ്യം കൂടിയാന്ന്. ആ വഴിക്ക് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തീർച്ചയായും ചെയ്യാം. അതിൽ യാതൊരു തെറ്റുമില്ല. എന്തെങ്കിലും സംശയങ്ങളോ പ്രയാസങ്ങളോ തോന്നുന്നെങ്കിൽ അറിയിക്കാൻ പഠിക്കണ്ട. തീർച്ചയായും ഡോക്ടർ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ഗൗരി സമാധാനമായിട്ട് വയ്ക്കുള്ളൂ. എല്ലാം ശരിയാകും. മോളെ, കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് നമുക്ക് കൂലോത്ത് പോയി ഒന്ന് തൊഴുതിട്ട് വരാം. വാ. കൂലോത്തേക്കായിട്ട് വന്നതോ അതോ സിറ്റിയിൽ പോയിട്ട് വരുന്ന വഴിയാ. ഇതാരാ? മോളാ? മോന്റെ ഭാര്യ. ഗൗരിയാ?
കണ്ണന്റെ ഭാര്യ. ഓ, എന്തെന്നാ പരിപാടി? എല്ലാരും ഉണ്ടല്ലോ. കൂലോത്ത് ഒരു സ്വർണ്ണ പ്രശ്നം നടത്താനാ തീരുമാനം. ഇവിടെ പൂജ ഉത്സവം മുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ, അതുകൊണ്ടുള്ള പല അനർത്ഥങ്ങളും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൗരിയിലുണ്ടായ വെളിപാടും വലിയ അത്ഭുതമല്ലേ? ദേവീ ചൈതന്യത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ട്. അതൊന്ന് വാരി വെച്ച് നോക്കണം. നടക്കട്ടെ, എന്നാ ഞാങ്ങ പോട്ടെ. ഓ, ആയിക്കോട്ടെ. ആരാ? ഞങ്ങൾ ഗുരു പൂജാനന്ദ സ്വാമികളുടെ ശിഷ്യരാണ്. ഇരിക്ക്. ഗൗരിയിൽ ദേവി പ്രവേശിച്ചതായും അത്ഭുതകരമാം വിധം വെളിപാടുണ്ടായതായും അറിഞ്ഞു വന്നതാണ്. ഗുരുസ്വാമികളുടെ സന്തോഷം അറിയിക്കാൻ വന്നതാ ഞങ്ങൾ. ഇതൊരു അത്യപൂർവ ഭാഗ്യമാണ്. മനുഷ്യജന്മത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടം. നിങ്ങൾക്കും കുടുംബത്തിനും നല്ല അഭിവൃദ്ധി ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ആശ്രമത്തിന്റെ പിന്തുണയും സഹായവും ഉണ്ടാകും. ക്ഷമിക്കണം, എനക്കതിൽ താല്പര്യമില്ല. എൻ്റെ മോക്കൊരു സാധാരണ സ്ത്രീയായിട്ട് ജീവിച്ചാൽ മതി. ഓൾക്ക് അത്രയും ആഗ്രഹമില്ലു. പെട്ടെന്നൊരു മറുപടി വേണമെന്നില്ല, ആലോചിച്ചിട്ട് മാത്രം മതി. ഏതായാലും ദേവിയെയും കൂട്ടി താങ്കൾ ആശ്രമം വരെ ഒന്ന് വരണം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ആടെ നിക്ക്. രണ്ടു ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നാ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എനക്കൊരു ഉദ്ദേശമില്ല. ഉദ്ദേശവും തീരുമാനമൊക്കെ നിങ്ങളതല്ലേ. എൻ്റെ തന്നെ. എന്താ നിനക്ക് സംശയമുണ്ടാ? ഈ വീട് നിന്നെ പോലെ കണ്ണനും അവകാശപ്പെട്ടതാന്ന്. അല്ലാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഓന്റെ ഓളയും കുഞ്ഞിനെയും ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്നേനി. സമുദായം അംഗീകരിച്ചിട്ടില്ല. നിങ്ങളടക്കം കൂടി സ്ഥാനത്തൊന്നും കുടുംബത്തൊന്നും പുറത്താക്കിയല്ലോനെ. ഓഹോ, തോന്നുമ്പോ തീരുമാനം മാറ്റാൻ എന്നെ കിട്ടൂല. ഞാൻ മാറ്റും. അതിന് നിന്റെ സീറ്റൊന്നും എനിക്ക് വേണ്ട. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റണ്ടായി. നായിന്റെ മോനെ, എന്നാടാ നീ പറഞ്ഞേ? നിന്റെ പുകയും വാശി തീർക്കേണ്ടത് കുഞ്ഞിനോടല്ല. കുഞ്ഞിന്റെ പണിയെടുക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ അനുസരിച്ച് അംഗീകരിച്ച് നിൽക്കാൻ പറ്റാത്തവൻ ഈ പറമ്പ് ചവിട്ടണ്ട. ആ ഒരുമ്പൊട്ടോളിയും കുഞ്ഞിനെ വീട് നിർത്തി പോറ്റാൻ ഞങ്ങളെ പരിപാടിയെങ്കില് ഈ വീട്ടിൽ ഞാൻ ഇനി കലൂത്തൂല. നിങ്ങൾ എന്താ ചെയ്തോ? മേടം രാശിയാണ് പ്രശ്നം. 3 കേതു, 5 ഗുളികൻ, 6 ശനി, 9 രാഹു, 11 ശുക്രൻ, 12 ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഇതാണ് ഗ്രഹനില. പ്രശ്നത്തിൽ ദൈവാധീനത്തിൻ്റെ കണിക പോലുമില്ല. അതിന് കാരണം പൂർവോപാസിത ദേവകോപമശുഭം ജയാ തനൂജാപദം ദൗഷ്കൃത്യം സ്വഗുരോ പിതൃശ്ച നിധനം ദൈന്യം ശുഭേ ദുർബലേ. പൂർവീകമായി ഉപാസിച്ച ദേവിയെയും സ്ഥാനത്തെയും യഥാവിധി പരിപാലിക്കാത്തതാണ് ഇവിടെ ദേവീകോപത്തിന് കാരണം.
ഇവിടെ കാണുന്ന ദുർനിമിത്തങ്ങളെല്ലാം ദേവീ കോപം തന്നെ. ഇനിയിപ്പോ എന്താ അതിനൊരു പരിഹാരം? ഇവിടെ ശുദ്ധികലശം നടത്തി ദേവിക്ക് ഉഗ്രപൂജ ചെയ്യണം. ശേഷം കളിയാട്ടം നടത്തി ദേവിപ്രീതി വരുത്തണം. ദേവി ആഗ്രഹിച്ച ദേഹത്ത് തന്നെ കോലം ധരിക്കുന്നതാണ് ഉത്തമം. ഒരുപാട് കാലമായിട്ട് കളിയാട്ടം നടത്താത്തതല്ലേ? ഇതുവരെയുള്ള കേട് തീർത്തിട്ട് മതി തുടങ്ങുന്നത്. എന്നാ അങ്ങനെ അങ്ങ് തീരുമാനിക്കാം. അതെ, അങ്ങനെ തീരുമാനമായ സ്ഥിതിക്ക് അടുത്തയിലേക്ക് പോവാം അല്ലേ? അതെ. എല്ലാരും കൂടി എന്നെ ജീവിക്കാൻ സമ്മതിക്കൂല വെച്ചാല് ഞാൻ എന്നാ ചെയ്യല്? ആ മിച്ച ഭൂമിയിൽ എന്നെ പട്ടിണി കിടന്ന് ചത്താ മതിയഞ്ഞ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനിപ്പോ എന്തെന്നാ ചെയ്യണ്ട്? ചിലരെന്നെ ജീവനോടെ ദൈവാക്കും, ചിലരെന്നെ ദേവിക്ക് അർപ്പിക്കാൻ തീരുമാനിക്കും. എന്റെ ജീവിതം തീരുമാനിക്കാൻ എനക്കൊരു അവകാശമില്ല പറഞ്ഞാല് ഞാൻ എങ്ങനെയാ സഹിക്കല്? എനിക്ക് നാട്ടു പതിനായിരത്തിന്റെ എല്ലാ അമ്മയോ ദേവിയോ ഒന്നും ആവണ്ട. എനിക്കെന്റെ മോന്റെ അമ്മയായി ജീവിച്ചാൽ മതി. വിധവയാണെങ്കിലും ഞാനൊരു സ്ത്രീയല്ലേ. എനിക്ക് മനുഷ്യനായി തന്നെ ജീവിച്ച് മരിച്ചാൽ മതി. മോളെ, നിന്റെ വിഷമം അച്ഛന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരെത്തുപിടിയും കിട്ടുന്നില്ലല്ലോ ദൈവേ. ദൈവം തന്നെ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരാണ്ടിക്കൂല മോളെ. നിങ്ങൾക്ക് അങ്ങനെയല്ലേ പറയാ, അനുഭവിക്കണ്ട ഞാനല്ലേ. ഞാൻ പിന്നെ എന്ന് പറയാനാ ദൈവേ. മോളെ, നീ സമാധാനിക്ക്. ഈ നാട്ടുകാരുടെ മനസ്സിൽ നിന്നെ ഞാൻ മനുഷ്യ സ്ത്രീ ആക്കും, ഉറപ്പാ. എങ്ങനാ? പക്ഷെ പ്രശ്നത്തിൽ തെളിഞ്ഞതുപോലെ ഈ ഒറ്റ പ്രാവശ്യം മോള് തന്നെ കോലം കെട്ടണം. ഇതാണോ വഴി? ഞാൻ പറയുന്നത് തേച്ചും കേക്ക്. എന്റെ ചികിത്സയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നിന്നെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലെത്തിക്കും. അതോടെ മാസമുറ വീണ്ടും തുടങ്ങും. നീ ഒരു പെണ്ണാകും. മാസമുറയുള്ള പെണ്ണുങ്ങൾക്ക് കോലധാരിയാകാൻ പറ്റൂല. ഞാൻ തെയ്യം കെട്ടണം തന്നെയല്ലേ അച്ഛൻ പറഞ്ഞു വരുന്നത്? അതെ, ഒറ്റ തവണ. അതൊരു പ്രാർത്ഥനയായിട്ട് കരുതിയാൽ മതി. 6 മാസത്തിനുള്ളിൽ നിന്റെ രോഗം ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിത്തരും. ഇല്ലെങ്കിൽ ഈ വണ്ണാൻ വൈദ്യരെ പിന്നെ വൈദ്യം തൊടൂല. അത് ഉറപ്പാ മോളെ. വൈദ്യരെ, വരുന്ന സംക്രമത്തെ തുടങ്ങി 40 ദിവസത്തെ വ്രതം കഴിഞ്ഞ് അടുത്ത ദിവസം ഉത്സവം തുടങ്ങും. അതിന് വേണ്ടുന്ന ചിട്ടവട്ടങ്ങളൊക്കെ നിങ്ങളും തുടങ്ങിക്കോ. ആയിക്കോട്ടെ. ഓ, സരസു, ഓ ഇതാ വരുന്നേ. ഈ പുണ്യാഹാത്തുറയത്തൊക്കെ ഒന്ന് തെളിക്ക്. ഓ
അല്ല കൂലോത്ത് തൊപ്പന ആളുണ്ടായിനാ? കുട്ടന് വലിയ മനപ്രയാസം ഉണ്ട് എന്നാ തോന്നുന്നു. കൊറേ നേരം ആരോടും മിണ്ടാണ്ട് ഒറ്റ ഇരിപ്പാന്ന് ഇപ്പൊ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയത്. ആ അടയാളം വാങ്ങി മറ്റന്നാൾ മുതൽ വ്രതം തുടങ്ങണം. രാവിലെ തന്നെ കുലോത്തിന്റെ കമ്മിറ്റിക്കാരും ആളും എത്തും. എല്ലാം പെട്ടെന്നായല്ല. അതിനിടയ്ക്കോളൊന്ന് വീട്ടിൽ പോയിട്ട് കാരണന്മാരെ അനുഗ്രഹങ്ങൾ മണിക്കണ്ടേ? അല്ലെങ്കിൽ അതൊരു മോശമല്ലേ? അങ്ങനെയാണെങ്കിലേ ഇന്ന് തന്നെ ഒന്ന് പോയിട്ട് വരട്ടെ. ഗൗരി ഇവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത കൂട്ടറ അവര്. അതൊന്നും ഇപ്പൊ പറയണ്ട, എല്ലാം അലപ്പെടണ്ട. അതെ അതെ, ഇപ്പൊ അതിനില്ല സമയമില്ല. ചിന്തമണിക്കർ വിവരങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു കാണും. അറിഞ്ഞാൽ എന്ത്, അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത്, ഞാൻ എൻ്റെ കടമ ചെയ്തു. അച്ഛാ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആവല്ല പണിക്കരെ. സ്വന്തം മോളല്ലേ ഇത്? ദേഹം മാത്രല്ലേ മോളതല്ലോ, ദേഹി ദേവീൻ്റെതല്ലേ വൈദ്യരെ. പഴയ ഗൗരിയല്ല, ഓളാകെ മാറിയിട്ടുണ്ട് വൈദ്യരെ. വാ ഇരിക്കേ. നിങ്ങളോടില്ല കടപ്പാട് തീർത്താ തീർന്നല്ല. ഓളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾ ധൈര്യം കാണിച്ചിട്ടില്ലേ? സ്നേഹമില്ലാത്തതുകൊണ്ടല്ല വൈദ്യരെ, സമുദായക്കാരെ പേടിച്ചിട്ടാണ് ഞാൻ പോകാഞ്ഞിനി. അതൊക്കെ പോട്ട്, ഇനിയല്ലേ കാര്യം പറ. ഞാൻ എന്ന് പറയണ്ടേ, എല്ലാം വൈദ്യരെ തീരുമാനം പോലെ. മറ്റന്നാൾ മുതൽ 41 ദിവസത്തെ വ്രത. കൂലോത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിനി. പിന്നെ ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ ദേവീനെ അടിച്ചിറക്കലായി പോകൂലേ അത്? നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടുള്ളല്ല. ഗൗരിയും കാർത്തിയും കൂടി ഇന്ന് അങ്ങോട്ട് വരാൻ തീരുമാനിച്ചതാണ്. എല്ലാരെയും കണ്ട് അനുഗ്രഹം വാങ്ങണ്ടേ? വേണം വേണം, എൻ്റെ കൂടെ തന്നെ വന്നോട്ട്. ഗൗരി, മോക്കി നാടെ കൂടിയിട്ട് നാളെ രാവിലെ വന്നാ പോരെ? അത് പോരാച്ചാ, വൈകിട്ട് ദാരിയുണ്ട്. മരുന്നിന്റെ സമയം തെറ്റാൻ പാടില്ല പണിക്കറേ. ഗൗരി, അടയാളം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ മുടിയൊന്നും ഇങ്ങനെ മിനുക്കി കെട്ടാൻ പാടില്ല. തലയിൽ തുണിയിടാണ്ട് പുറത്തിറങ്ങറ്, പൊട്ടും തുടറ്. കൂലോത്തെ കുറിയുണ്ടെങ്കിൽ വലിച്ചാ മതി. അപ്പൊ വ്രതം നാളെ തുടങ്ങും അല്ലേ? കാരണവന്മാരെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വരുന്ന വരവാ. ഓ, അത് ശരി. ആ കോലിങ്ങോട്ട് താല്പര്യം എങ്ങനെയുണ്ട് മടിച്ചല്? നല്ല കിണ്ണം പോലെ ഇല്ലേ? അധികം മുറുക്കണ്ടേ? ഇല്ലില്ല. അമ്മേ, അമ്മേ, പണിക്കരെ, വൈദ്യരെ വീട്ടിലൊരു ഫോൺ വന്നിനി.
പാർട്ടി വളപ്പിൽ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കാനാന്നൂരും ഗൗരിയോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു. മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. എനിക്കിത് ചെയ്തേ പറ്റൂ. നിങ്ങൾ ജോലിക്ക് തടസ്സം നിൽക്കാതെ നിയമപരമായി നേരിട്ടോളൂ. കുട്ടാ, ഇനി മോൻ അമ്മേന്റെ കാലോട്ടോതോ. വേണ്ട, ഞാൻ അമ്മയോട് മിണ്ടൂല. ഓട് മോനെ. അയ്യോ, അങ്ങനെ പറയല്ല മോനെ. ഇല്ലെങ്കിലും അമ്മക്ക് സങ്കടാവൂലേ. മോൻ വാ. വേണ്ട. വാ മോനെ, വാ. പോട്. വാ. തോതോ. ഇങ്ങോട്ട് വാ. എന്റെ പൊന്നു മോനല്ലേ. മോന്റെ അമ്മ ദൂരത്തൊന്നല്ല പോന്ന്, പൂലോത്തേക്കല്ലേ പോന്ന്. തമ്മാച്ചാവാനല്ലേ. അമ്പിളിപ്പൂവുകൾ കണ്ടില്ല കേട്ടില്ല, കമ്പിളിക്കാർമുകിൽ വന്നില്ല പെയ്തില്ല, കാഞ്ഞങ്ങാട്ടേക്കല്ല കാനത്തൂരേക്കല്ല, പ്രാണനദി നീന്തിപ്പോയി പിറാവ്. കാഞ്ഞങ്ങാട്ടേക്കല്ല കാനത്തൂരേക്കല്ല, പ്രാണനദി നീന്തിപ്പോയി പിറാവ്. അമ്പിളിപ്പൂവുകൾ കണ്ടില്ല കേട്ടില്ല, കമ്പിളിക്കാർമുകിൽ വന്നില്ല പെയ്തില്ല. ഒന്നാം ചിറകിലും രണ്ടാം ചിറകിലും അമ്പേറ്റു ചെമ്പിച്ച ചോരപ്പാട്. ഒന്നാം ചിറകിലും
രണ്ടാം ചിറകിലും അമ്പേറ്റു ചെമ്പിച്ച ചോരപ്പാട് ചെമ്പഞ്ഞിക്കാലിലും ഓമനച്ചുണ്ടിലും കണ്ണീര് ചുംബിച്ച നോവിൻ ചൂട് ചെമ്പഞ്ഞിക്കാലിലും ഓമനച്ചുണ്ടിലും കണ്ണീര് ചുംബിച്ച നോവിൻ ചൂട് അമ്പിളി പൂവുകൾ കണ്ടില്ല കേട്ടില്ല കമ്പിളിക്കാർ മുകിൽ വന്നില്ല പെയ്തില്ല. അമ്മ എപ്പാ വരല്? കുട്ടാ എന്താ നീ കാണിച്ചിന് ദൈവേ? ഇനി എന്തെല്ലാം അനർത്ഥ വന്നുപെടാൻ പോകുന്നത് ഈശ്വര. പൂലോത്തെ പേരാലിൻ കൊമ്പത്ത് തുമ്പത്ത് ഞേലാനായി പായുന്നു കുഞ്ഞിപ്രാവ്. പൂലോത്തെ പേരാലിൻ കൊമ്പത്ത് തുമ്പത്ത് ഞേലാനായി പായുന്നു കുഞ്ഞിപ്രാവ്. പാടവരമ്പിലും ഓരോരോ പൂവിലും പാടവരമ്പിലും ഓരോരോ പൂവിലും ജീവിതം തേടുന്നു പാവം പ്രാവ്. അമ്പിളി പൂവുകൾ കണ്ടില്ല കേട്ടില്ല കമ്പിളിക്കാർ മുകിൽ വന്നില്ല പെയ്തില്ല. കാഞ്ഞങ്ങാട്ടേക്കല്ല കാനത്തൂരേക്കല്ല പ്രാണനദി നീന്തിപ്പോയി പിറാവ്. കാഞ്ഞങ്ങാട്ടേക്കല്ല കാനത്തൂരേക്കല്ല പ്രാണനദി നീന്തിപ്പോയി പിറാവ്. അച്ഛാ ഞാൻ ഇരുന്നു. ആ മോൾക്ക് ക്ഷീണമൊക്കെ കുറവില്ലേ? ആ ഓരോ ദിവസത്തെയും മാറ്റം അച്ഛനോട് പറയണം. ഇപ്പൊ പഠിക്കുന്നെല്ലാം വേഗം ഓർമ്മ വരുന്നുണ്ട്. എല്ലാം ശരിയായി വരും. ചെയ്യമ്മേ ഈ മരുന്ന് കൊടുക്ക. കുടിച്ച ഇത് ധാരക്ക്. ഇതെന്തെന്നാ മോനെ ഞാനീ കാണുന്നത്? എല്ലാ കളി സാധനങ്ങളും നശിപ്പിച്ചു കളഞ്ഞല്ലേ? എന്തിനാ ഇതിന്റെ എല്ലാം തലമുറിച്ച് കളഞ്ഞ്? അതെല്ലാം ദുഷ്ടന്മാരാണ്, അതുകൊണ്ട് എല്ലിനെയും വെടിവെച്ചു. അത്രയ്ക്കൊന്നും വേണ്ട, എല്ലാം മതിയാക്ക്. വാ. ചമ്പകമാലരോ കൊയ്യാവോ തോഴി ചമ്പകമാലരോ കൊയ്യാവോ തോഴി പിച്ചകമാലരോ കൊയ്യാവോ തോഴി പിച്ചകമാലരോ കൊയ്യാവോ തോഴി ചെത്തിപ്പൂമാലരോ കൊയ്യാവോ തോഴി. ചിയമ്മേ കഞ്ഞിയായി. എനിക്ക് കഞ്ഞി കുടിച്ചിട്ടാവാം. മോള് കുടിച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം. ഞാൻ പോയി 2 വെറ്റില കിട്ടുമോ നോക്കിയിട്ട് വരട്ടെ. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലായി?
9 കൊല്ലം. കല്യാണം എവിടെങ്കിലും രജിസ്റ്റർ കഴിഞ്ഞിനാ? ഇല്ല. ഒന്നിച്ച് ജീവിച്ച് ഒരു കുഞ്ഞുമായി, അത്ര തന്നെ അല്ലേ? ഓ, പ്രേമവും കല്യാണവും. നിങ്ങ ഒളിച്ചോടിയ ശേഷം ഇവിടെ എന്തെല്ലാം കുഴപ്പാ നടന്നിനെന്നറിയോ? ഒന്നും പറയണ്ട, തല്ലും പിടിയും. നിങ്ങ ഇതുവല്ലോ അറിഞ്ഞിനാ? കുറെ കഴിഞ്ഞപ്പോ അറിഞ്ഞു. കണ്ണൻ ഇടുന്ന് പോന്നവരെ എത്ര നല്ല സ്വഭാവക്കാരനായിന്. ഒരു കൂട്ടത്തിനും കുറിക്കും ഓൻ പോയില്ലായിരുന്നു. ഓനെ ആരോ കൊന്നതാന്ന് പറഞ്ഞു കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എനക്കൊന്നും അറിയില്ല. ഒരാക്ക് കുടിക്കുക. ആരെയല്ല നിങ്ങ കണ്ണീര് കുടിപ്പിച്ചിന്? ആരെയൊക്കെ ശാപാ നിങ്ങ വാങ്ങിക്കൂട്ടിന്? ഒന്നിനും ഒരു കയ്യും കണക്കും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇതൊന്നും അനുഭവിക്കാൻ യോഗമില്ലാണ്ട് പോയത്. ഇപ്പൊ ചിന്തിക്കുമ്പോ ആന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ടാ? ഇല്ല. നിങ്ങക്കെന്ന് പറ്റിയേ? ഒന്നുമില്ല, കുറച്ച് കുടിച്ചിനി, മറ്റു കുഴപ്പമൊന്നുമില്ല. വാ. എന്താ നോക്കി പേടിപ്പിക്കുന്നു? ഇത്രയും കാലായിട്ടില്ലാത്തൊരു സ്വഭാവം ഇത്. എന്നീ കുഞ്ഞിനെയും ഈ കുഞ്ഞിന്റെ മുട്ടക്ക് പാതി രാത്രി ഒച്ചക്കാക്കി ഏടിയോ പോയി കള്ളു കുടിച്ചിട്ട്. ഗൗരി കരഞ്ഞൊച്ചപ്പെടാക്കലാന്ന്. ഏതായാലും പറ്റിപ്പോയി. ചെറുപ്പക്കാരാകുമ്പം ഇടയ്ക്ക് ഇങ്ങനെ കമ്പനി കൂടുതലും സാധാരണയാണ്. ചങ്ങായിക്ക് ശീലമില്ലാത്തോണ്ടാ. ഞാനും കഴിച്ചിനി, പക്ഷേ ലെവൽ വിട്ടുപോവില്ല. നിങ്ങല്ല കമ്പനി കൂടി കുടിപ്പിച്ച് ഞങ്ങളെ കുടുംബം തകർക്കല്ല. ഞാൻ കാര്യമില്ലാത്തയാള്. നീ അങ്ങനെയൊന്നും പറയണ്ട. എനിക്ക് തോന്നിട്ട് ഞാൻ കുടിച്ചിന്. വേണ്ടി വന്ന് എന്നെയും കുടിക്കും. ഞാൻ കുടിക്കുന്ന നിന്റെ തറവാട്ട് സ്വത്തോണ്ടൊന്നല്ല. കണ്ണാന്നോ നിർത്ത്. നീ അവന് കുറച്ച് കഞ്ഞിവെള്ളം കൊടുത്തേ. വെറുമ്പായിട്ട് കഴിച്ചോണ്ടായിരിക്കും പെട്ടെന്ന് തലക്ക് പിടിച്ച്. പണി കഴിഞ്ഞ് വരുന്ന വരവല്ലേ. നീ വെറുതെ കുഴപ്പൂട്ടാക്കല്ലേ. ഒന്നുമില്ലാന്ന് കളിക്കാൻ വന്നാണല്ലോ. രമേശേട്ടാ, ഇങ്ങനെയൊന്നല്ല ഞാൻ നിങ്ങളെ കരുതീനി. ഇങ്ങനെ കുടിപ്പിച്ച് കഥയും ബോധവും ഇല്ലാണ്ടാക്കിയില്ലേ? നിന്നോടാ പറഞ്ഞു മിണ്ടാണ്ട്. ഞാൻ മിണ്ടും. എന്തേ നിങ്ങ എന്നെ കൊല്ലുവാ? മട്ടും നോക്കി കേറി വന്നിട്ട് പേടിപ്പിക്കുന്ന കണ്ണ. എല്ലാത്തിനും കാരണം നീയ. നിന്നെ കൊണ്ട് നാട് വിട്ട് അന്നോടെ എന്റെ കഷ്ടകാലം തുടങ്ങി. ഈ കൊട്ടം പറല് വെയിലൂടാൻ തുടങ്ങിട്ട് എന്തിനു വേണ്ടി കഴുത? നിനക്ക് വേണ്ടി. എന്റെ വീട്ടുകാരെ കുടുംബക്കാരെ തള്ളിപ്പറഞ്ഞ ശിക്ഷ ഞാൻ വഹിക്കുന്നു. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. എന്റെ വീട്ടിൽ പാട്ടിയടിച്ച പിണ്ടം വെച്ചില്ല. അതിനൊരു ഉത്തരവാദി നമ്മ ഒന്നിച്ചെടുത്ത തീരുമാനല്ലേ ഇപ്പൊ? ഞാൻ മാത്രമായി എല്ലാത്തിനും കാരണക്കാരി. എനിക്ക് നിങ്ങ അല്ലാണ്ട് വേറെ ആരാ ഇല്ലത്? കണ്ണട്ടാ, എണീക്ക്.
കണ്ണാട്ട, നിങ്ങൾക്ക് എന്നാ പറ്റീനി? റാക്ക് കൈകൊണ്ട് തൊടാത്ത നിങ്ങ ഇന്നലെ 4 കാലിലല്ലേ ഇവിടെ വന്ന് കയറീനി. നമുക്ക് നമ്മയല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടാ? എന്ത് വിഷമമുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരൂലേ? എനക്കൊന്നും പിടികിട്ടുന്നില്ല. കരയണ്ട, ഇനി എങ്ങനെ ഉണ്ടാവറ്? ഇനിയും തുടങ്ങിയ പിന്നെ എന്നെയും കുഞ്ഞിനെ നിങ്ങൾ കാണൂല. കരുണാചേലയ്ക്ക് ഇണചേലയും കൊണ്ട് കടുവ വരും തുമ്മൊരു കുങ്കുമവും കൊണ്ട് കടുവ വരും തുമ്മൊരു. എന്തെന്നാ മോളെ പറ്റിയേ? ഉത്സവത്തിന്റെ തീയതി അടുത്ത് വരുന്തോറും മനസ്സിനെന്തോ ഒരു വേവലാതി. 60 കൊല്ലായിട്ട് മുടങ്ങിയ കളിയാട്ടല്ലേ? അതെ അതെ. കൂലോത്ത് ഉത്സവം കൂടി ഒരു അധികമാരും ജീവിച്ചിരിപ്പില്ല. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൂലോത്ത് ഉത്സവം മുടങ്ങാൻ യഥാർത്ഥത്തിൽ എന്നാൽ കാരണം? പലരും പലതും പറയുന്നുണ്ട്. ഞാനൊന്നും ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആളുകൾ അങ്ങനെ പലതും പറയും. യഥാർത്ഥത്തിൽ പോലീസുകാരാണ് ഉത്സവം മുടക്കിയത്. എൻ്റെ അച്ഛനായിരുന്നു കൂലോത്തെ പ്രധാന തെയ്യക്കാരൻ. അച്ഛനെന്നാരെയും കൂസാത്ത പ്രകൃത. അന്ന് ഇന്നത്തെ പോലെ അല്ല. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ കാലല്ലേ. നായനാന്മാരല്ലേ നാട് ഭരിക്കുന്നത്. കുഞ്ഞിമക്കള് വിശന്ന് വയറ് കത്തി തൊണ്ട വരണ്ട് ചാവുമ്പോ സഹിയൊട്ട ജനങ്ങൾ പോറുകഴിഞ്ഞ് നായിൻ്റെ മാതിരി മുറണ്ടോണ്ടങ്ങ് ഇറങ്ങാൻ തുടങ്ങിയില്ലേ. അച്ഛനായിരുന്നു മുന്നില്. അച്ഛനെ പിടിക്കാൻ പോലീസ് പണി 18 നോക്കി, കിട്ടിയില്ല. ആ സമയത്താണ് കൂലോത്ത കളിയാട്ടം. തെയ്യം കെട്ടാൻ അച്ഛൻ അടയാളവും വാങ്ങിനി. അടയാളം മേടിച്ച സ്ഥിതിക്ക് തെയ്യം കെട്ടാണ്ടിരിക്കാൻ പറ്റൂല. വരുന്നിടക്ക് വെച്ച് കാണാം, അത്ര തന്നെ. അത്രക്ക് ആവേശം വേണ്ടേണ്ട? വേണം. എൻ്റെ ഇടതുഭാഗത്ത് പ്രസ്ഥാനവും വലതുഭാഗത്ത് ദൈവം ഉള്ളിടത്തോളം കാലം എനക്കാരെയും പേടിയില്ല. നാട്ടിനും ദൈവത്തിനും വേണ്ടി ഒഴിഞ്ഞിട്ടതാ എൻ്റെ ജീവിതം. കോലോത്ത് ഞാൻ തന്നെ തെയ്യം കെട്ടും. എന്നാ അതിനെന്തെങ്കിലും പോയി കണ്ടുപിടിക്കണം. പോലീസ് വരുന്നുണ്ടെന്നാ തോന്നേ. ഏടന്ന്? അതാ വടക്കുന്നാ. കിട്ടാ, തോണിയിറക്കിക്കോ. ആരാടാ ഈ പാതിരാത്രിയില്? തെയ്യം മുടിയെടുക്കുന്ന മുറക്ക് കോലോത്തിന്റെ വടക്ക് ഭാഗത്ത് അടിപൊട്ടണം. പോലീസും ആളുകളും അങ്ങോട്ട് നീങ്ങുമ്പം തെയ്യക്കാരൻ തോണി കയറി രക്ഷപ്പെടണം. പക്ഷേ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. മുടിയെടുത്തപ്പോഴേക്കും പോലീസിന് തെയ്യക്കാരനെ മനസ്സിലായി. അടിപൊട്ടുന്നതിന് മുമ്പേ പോലീസ് തെയ്യക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അന്ന് മുടങ്ങിയതാ കൂലോത്തെ ഉത്സവം. അല്ല, കുട്ടൻ ഇന്ന് ഒരു പിടി വറ്റു വാരിയില്ല. ചോറും മുമ്പിൽ വെച്ച് ഒറ്റ ഇരിപ്പാന്ന്. ഓൻ അമ്മേനെ കാണണമെന്നൊരു വാശി. 3-4 ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ പല സൂത്രവും പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. മോനെ കുട്ടാ, മോനിങ് വാ. വാടാ വാ. ഞാൻ അച്ചാച്ചനോട് മിണ്ടൂല. അയ്യോ, എന്താ മോനെ? അച്ചാച്ചൻ മരുന്നും കൊണ്ടുപോകുമ്പോ അമ്മേനെ കാണാൻ എന്നെ കൂട്ടിയിട്ടല്ല, ഞാൻ മിണ്ടൂല. മോനിങ് വാ. അതെ, ആണുങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ പറ്റൂല, അതുകൊണ്ടല്ലേ മോനെ. പിന്നെ അച്ചാച്ചൻ പോന്നോ? ഞാൻ കാണലില്ല. മരുന്ന് കൊടുക്കുന്നതൊക്കെ വേറെ പെണ്ണുങ്ങളാന്ന്. എനക്ക് അമ്മേനെ കാണണം. ഇനി കുറച്ച് ദിവസമല്ലേ വേണ്ടു. തെയ്യം കഴിഞ്ഞ് മോന്റെ അമ്മിങ് വരൂ. നമുക്കെല്ലാവർക്കും തെയ്യം കാണാൻ പോകാം. വേണ്ട, എനിക്ക് തെയ്യത്തിനെ കാണണ്ട.
എനിക്ക് ഇപ്പൊ അമ്മേനെ കാണണം. അച്ചാച്ചൻ വാരി തന്ന മോൻ ചോറ് തിന്നുവോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്നോട് ആരും മിണ്ടണ്ട. മോര് കാര്യം ചെയ്, നാളെ രാവിലെ അച്ചാച്ചൻ്റെ കൂടെ വന്നോ. പക്ഷേ അമ്മേനെ നേരിട്ട് കാണാൻ പറ്റൂല, കണ്ടാ ദോഷം വരും. മറേന്റെ പുറത്ത് നിന്നിട്ട് വർത്താനം പറയാം. ഉമ്മ കൊടുക്കാൻ പറ്റുവോ? നിർബന്ധമാണെങ്കിൽ പറത്തി ഒരു ഉമ്മ കൊടുത്തോ. ഗൗരേ, ഇന്ന് നേരത്തെ എത്തിയല്ല. നീ ലേശം വറ്റും വെള്ളം ഇങ്ങെടുക്ക്. ഉച്ചക്ക് കഞ്ഞി കുടിച്ചിട്ടില്ല. ഓ, അപ്പൊ ഇന്നും പണിക്ക് പോയിട്ടില്ലല്ലേ? അച്ഛൻ മുട്ടായി കൊണ്ടുവന്നിനോ? ഇല്ല മോനെ, അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലടാ. മോൻ തിന്നോ? ആരുടെ അച്ഛനൊന്നും എന്റെ മോൻ തിന്നണ്ട. കള്ളും കുടിച്ച് ചീട്ട് കളിച്ച് കണ്ടാലൊക്കെ തിന്നതിന്റെ ബാക്കിയായിരിക്കും. നിന്നോട് വെള്ളം തരാനാ പറഞ്ഞത്. ഞാൻ പണി കഴിഞ്ഞ് വന്ന് കേറിയതേ ഇല്ലു. അരിയിടാൻ വെള്ളം തളിച്ചിട്ടാ. എന്താ എത്ര വൈദ്യുതി? നിങ്ങളല്ലേ എരുതിനെ പോറ്റും പോലെ പോറ്റണ്ടേ? എന്നെ കൊണ്ട് അധികം പയക്കണ്ട, അതാ നല്ലത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ പണിക്ക് പോട്ടാന്ന്. നീ കേട്ടിട്ടില്ലല്ലോ. എന്നാ പിന്നെ പട്ടിണി കിടന്ന് ചാവല്ലായിരിക്കും. 5-6 മാസമായിട്ട് 1 മണി അരിയെങ്കിലും നിങ്ങൾ ഇങ്ങ് വാങ്ങി വന്നിനാ. ഞാൻ ചലക്കേണ്ട കേട്ടു. എനിക്ക് പ്രാന്തൽക്കല്ല. ഇതല്ലേ നിങ്ങൾക്ക് അറിയില്ലൂ, തല്ലാനും കുത്താനും. പാലേ തേനീന്ന് പറഞ്ഞ പിന്നാലെ നടന്നപ്പോ വിശ്വസിച്ചു പോയി. അതെന്നെ എനിക്ക് പറ്റിയ തെറ്റും. അതുകൊണ്ട് എന്നെ തച്ചു കൊന്നപ്പോലും ചോദിക്കാൻ ആരും വരാനില്ലാണ്ടായി. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. നീ പണിക്ക് പോവാൻ തുടങ്ങിയ മുതൽ തുടങ്ങി നിനക്ക് അഹങ്കാരം. ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, കുടുംബം നോക്കാൻ പഠിക്കണം. നിന്റെ കൈകൊണ്ട് ചാവണം, അതെന്നെ എനിക്കും വേണ്ട. അവസാനിപ്പിക്ക്, ഇതോടെ അവസാനിപ്പിക്കല്ല. ഇനി ഇങ്ങനെ തല്ലിക്കുത്ത് വാങ്ങി ജീവിക്കാൻ കഴിയൂല. ഏതൊക്കെ നരകത്ത് പോയി പൂത്ത ചാവ്. നിന്റെ അരി എത്തിയാലേ ഇനി എനക്ക് കുഞ്ഞിക്ക് സമാധാനം കിട്ടൂലു. എടാ, എൻ്റെ കണ്ണേട്ടനാടാ, ഞാനൊന്ന് കാണട്ടെ. എന്ത് നിങ്ങല്ലേടാ? എന്തിന് നിങ്ങല്ലേടാ കൂടി നിൽക്കുന്നത്? എൻ്റെ കണ്ണേട്ടനാടാ. ഏടാ, എൻ്റെ കണ്ണേട്ടനാടാ. നിങ്ങളെല്ലാരും എന്തിനേടാ കൂടി നിൽക്കുന്നത്? എത്ര ചൊടിച്ചാലും എൻ്റെ കണ്ണേട്ടൻ വരാതിക്കൂല. എൻ്റെ കണ്ണേട്ടൻ ഏടെയാ? ഏടെയാ? പേടിക്കണ്ട, ഗൗരീദേവിക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ വ്രതത്തിലാണ്, ആണുങ്ങളെ കാണാൻ പറ്റൂല. ഞങ്ങൾ ബ്രഹ്മചാരികളാണ്, അതുകൊണ്ട് ദൃഷ്ടിയിൽപ്പെടാം, കുഴപ്പമില്ല. സ്വാമികൾ എന്തിനീ രാത്രി നേരത്തെ ഇവിടെ വന്നത്? പറയാം. നിങ്ങൾ വെളിപാട് കിട്ടിയവരാണ്. ജനങ്ങൾ നിങ്ങളെ ദേവിയായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതൊരു മഹാഭാഗ്യവും സാധ്യതയുമാണ്.
പെരുവണ്ണാനത് മനസ്സിലായിട്ടില്ല. അച്ഛൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് എനക്കും. സൂക്കേട് ഭേദമായി വരുന്നുണ്ട്. ഈ വ്രതവും തെയ്യംകെട്ടിലുള്ള എനിക്കൊരു പ്രാർത്ഥനയാണ്. സൂക്കേടോ? അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ സാക്ഷാൽ ദേവി തന്നെ ആയിത്തീരണം. ദേവിയുടെ കോലം കെട്ടുന്നതിലല്ല കാര്യം. നിങ്ങൾ ജനങ്ങൾക്ക് കാണപ്പെട്ട ദേവിയും അനുഗ്രഹം ചൊരിയുന്ന അമ്മയുമായി തീരണം. എനക്കത് പറ്റൂല. എനിക്ക് സാധാരണക്കാരിയെ ജീവിച്ചാൽ മതി. അവസരം നശിപ്പിക്കരുത്. നിങ്ങൾക്ക് സർവ്വപ്രതാപത്തോടും കൂടി ജീവിക്കാം. ദയവേത് എന്നെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്. എനക്കങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. നിങ്ങൾ പോണം. മര്യാദയുടെ ഭാഷയിലാണ് ഞങ്ങൾ ഇതുവരെയും സംസാരിച്ചത്. നിങ്ങൾ ഇനിയും അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ എന്റെ മോനെ വിചാരിച്ചിട്ടെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിട്. ഞാൻ എന്റെ സ്ത്രീത്വത്തെ തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് തടസ്സം നിൽക്കരുത്. തർക്കിക്കണ്ട. നീ ദേവി തന്നെയാണ്. തെയ്യം അതൊരു പൊറാട്ട് നാടകമായി മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ. ഇന്നു മുതൽ നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. നിങ്ങൾ ഇടുന്ന് പോയാട്ടെ, എനിക്ക് പേടിയാവുന്നു. എന്തിനു പേടിക്കണം? ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതിയല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ നിങ്ങൾ ദേവിയായി ജീവിക്കും, അല്ലെങ്കിൽ വിചിത്രമായൊരു അന്ത്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അസാധാരണമായൊരു മരണത്തിലൂടെ നിന്നെ ഞങ്ങൾ ദേവിയാക്കി സ്വന്തമാക്കും. എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പെട്ടെന്ന് പറ. ഈ സന്ദർശനം രഹസ്യമാണ്. ഒന്നും പറയാനില്ലെങ്കിൽ തീരുമാനങ്ങൾ ഞങ്ങൾ പറയാം. മുമ്പ് തീരുമാനിച്ച പ്രകാരം കൂലോത്ത് തെയ്യം കെട്ടിക്കോളൂ. പക്ഷേ തെയ്യം കെട്ടി തീരുന്നതോടെ നിങ്ങൾ സാക്ഷാൽ ദേവിയാകും. എന്നിട്ട് വെളിപാടായി ഇങ്ങനെ പറയണം: ക്ഷേത്രാവകാശികളെ, ഇനി കൊല്ലാകൊല്ലം കളിയാട്ടം മുടങ്ങാതെ നടത്തണം, ഇല്ലെങ്കിൽ അനർത്ഥങ്ങൾ വിതക്കും ഞാൻ. മാലോകരുടെ രക്ഷയ്ക്കായി അക്കരപ്പറമ്പിലെ ജടപിടിച്ച വടവൃക്ഷച്ചുവട്ടിൽ ഞാൻ എന്നും ഉണ്ടാകും. തെയ്യക്കാരി കോലത്തിന് മുമ്പും പിമ്പും എന്നെ വന്ന് മുഖം കാണിക്കണം. കേട്ടുപോ വൈദങ്ങളെ. ഇങ്ങനെ പറഞ്ഞിറങ്ങണം. അരയാൽ ചുവട്ടിലെത്തിയാലേ നിൽക്കാൻ പാടുള്ളൂ. എന്തേ ക്ഷീണം പിടിച്ചുവാ? ക്ഷീണല്ല, കൈപൊള്ളി തോല് പൊട്ടിപ്പോയി. ഭയങ്കര വേദന. എന്താ എന്ത് പറ്റിയേ? കൈ പൊള്ളിയതാന്ന്. സാരമില്ല, അടക്ക്, ഞാൻ ഇപ്പൊ വരാം. അയ്യോ, വെള്ളം തൊടാൻ പാടില്ലെന്ന്. എവിടെയാ പുള്ളിയെ കാണിച്ചേ? ഒന്നും കൂടെ പറ്റി തരണ? വേണ്ട. എന്നാ ഞാൻ പോവാ.
എന്താ കണ്ണാട്ടാ ഇത് കോലന്നെ മാറി തുടങ്ങിയിട്ടുണ്ടല്ലോ. 150 ഉറുപ്പ്യൻ്റെ പണിയെടുത്തിന് വെറുതെ അല്ല. നീ കുറച്ച് വെള്ളം താ, കയ്യെല്ലാകെ പൊള്ളി. അയ്യോ വേദനയുണ്ടാ? അതൊക്കെ 2 ദിവസം കൊണ്ട് ശരിയാവും. വേഗം കുളിച്ചിട്ട് വാ, ഞാൻ മരുന്ന് വെച്ചരാല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇവിടുത്തെ താമസം ഇത്ര ശരിയാവും തോന്നുന്നില്ല. നമുക്ക് താമസം മറ്റിടത്തേക്കെങ്കിലും മാറ്റിയാലോ? എന്താ അങ്ങനെ തോന്നാൻ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മറ്റൊരാളെ ഉദാരത്തി കഴിയുന്നതിലും നല്ലത് വാടക കടയും കഴിയുന്നല്ലേ. അതൊക്കെ ശരിയാവും. എൻ്റെ പണിസ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് സർക്കാർ മിച്ചഭൂമിയുണ്ട്. ഒരുപാട് ആളവിടെ വളച്ചു കെട്ടി താമസിക്കുന്നുണ്ട്. നല്ല മണ്ണാന്ന്. കോറിയിൽ സുഹൃത്തുക്കൾ പറഞ്ഞിനി വളച്ചു വെച്ചൊരു കുടില് കെട്ടാൻ. ഓരെല്ലാം വന്ന് സഹായിക്കും. ക്രമേണ സർക്കാർ അത് പതിച്ചു തരാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നോക്കണം. സ്വന്തം മണ്ണിലാവുമ്പോൾ കാലുറപ്പിച്ച് നിൽക്കാലോ. കുട്ടൻ വന്നിട്ടുണ്ട്. ഇതല്ലേ എന്റെ അടുത്തുണ്ട്. അമ്മേ മോനെ ഇവൻ ഒറ്റ വാശിയാ, അതുകൊണ്ട് കൂട്ടിയതാ. തൽക്കാലം കാണണ്ട, അതിന്റെ പേരിൽ വ്രതം തെറ്റിക്കണ്ട. അമ്മേന്റെ സൂക്കേട് മാറിയാ? അമ്മ തെയ്യം കെട്ടാൻ പഠിച്ചാ? മോനി സുഖം തന്നെയല്ലേ? അമ്മേനെ കാണാനുള്ള വിഷമയില്ലു. 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മ വരും. മോനെ കാണായിട്ട് അമ്മയ്ക്ക് വിഷമമുണ്ടാ? ഏട്ടാ 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 പരദേവതക്കെന്തോ അരിഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ വരില്ല, അതുറപ്പാ. ഏട്ടന്റെ ഭാഗത്തുനിന്ന് തെറ്റുകുറ്റങ്ങളൊന്നും സംഭവിക്കാനിടയില്ല. ഓരെത്ര കാലമായിട്ട് തെയ്യം കെട്ടുന്നു, എത്ര ആളെ തെയ്യം കെട്ടിച്ച്. പിഴച്ചത് കാരണവരുടെ ഭാഗത്ത് തന്നെ ആവണമെന്നില്ല, കൂട്ടത്തിൽ ആർക്ക് പറ്റിയാലും മതി. അതിപ്പോ കൃത്യമായിട്ട് അറിയണമെങ്കിൽ പ്രശ്നം വെച്ച് നോക്കണം. ചേട്ടനോട് ക്ഷമിക്കണം, എനക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്താ പറ്റാ നിനക്ക് പറ്റിയേ? പറ, കരയാണ്ട് പറ.
മുഖത്തെഴുതിയതിന് ശേഷം അനുഗ്രഹം വായിക്കുന്നതിനിടയിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്താ പറ്റിയേ? അങ്ങനെ ചിന്നം പണിക്കര മോള് ഗൗരീനെ തെയ്യ സ്ഥലത്ത് വെച്ച് ഞാൻ ഹൃദയത്ത് ചെയ്തു. എന്നോട് പൊറുക്കണം. ദൈവസന്നിധി നിന്ന് കോലത്തിന് പുറപ്പെടുമ്പോ നിനക്ക് എങ്ങനെ തോന്നിയിടാത്? ദൈവം നിന്നല്ലേ നീ കാണിച്ചത്. ശരീരവും മനസ്സും ദൈവത്തിന് അർപ്പിക്കണം, നേരല്ലേ അത്? നാട്ടുകടപ്പും ചിട്ടകളും എല്ലാം തെറ്റിച്ചില്ലേ ഈ കൂത്തിച്ച്? ഇനി എന്തൊക്കെ അനർത്ഥാവന്ന് കേറാൻ പോകുന്നു ദൈവേ. കരഞ്ഞിട്ട് ആളെ പറ്റിക്കണ്ട നീ. പറ്റിയത് പറ്റി, ഇന്നത്തോടെ അവസാനിപ്പിച്ചോളണം എല്ലാം. ഇനി വല്ലതും കേൾക്കേണ്ടി വന്നാ നിന്നെ കൊന്ന് ഞാനും ചാവും. കെട്ടി തൂങ്ങി ചാകാനായിരിക്കും. ഇവിടെ തോന്നിയ പോലെ ജീവിക്കട്ടെ. മതി ചിന്ത, ഇങ്ങനെ തച്ചാല് ചത്തുപോകും. ചാവട്ട്, ഇങ്ങനെ ഒന്നും ജനിച്ചിട്ടില്ലാന്ന് കരുതും. അറിയാണ്ട് പറ്റിയതാന്നങ്ങ് പോട്ട്. ഇനി തോന്നിയാസത്തിനൊന്നും പൊറു. ദൈവം പൊറുക്കൂല മോളെ. മതി, ഇനി കുഴപ്പമാക്കണ്ട. കാണിച്ചു തരാം. നടക്കടി. നീ ആടെ കിടന്ന് ചാക്. എനിക്ക് എന്തിന് നല്ല ബുദ്ധി തോന്നുവോ അന്ന് ഇനി ഈ വാതിൽ ഓർക്കും. നിന്റെ ഒരുപാട് എത്രത്തോളം ഞാനിന്ന് കാണട്ടെ. പണിക്കറേ, ഗൗരി, ഗൗരി. ആരാ? ഞാനാ, കണ്ണൻ. മക്കി നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ? അതിനെ അടുത്തേക്ക് പോലെ. എന്റെ കൂടെ കോളേജിൽ പഠിച്ച രമേശന്റെ നാട്ടിലേക്ക് പോവാ. താമസിക്കാനുള്ള സൗകര്യം ഓൻ ഒരുക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പണം വേണ്ടേ? അതൊന്നും നീ പേടിക്കണ്ട, കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്. എനക്ക് ആചാരം കെട്ടി വളയുണ്ട്, അത് വിൽക്കാം. അയ്യോ, അതെല്ലാം വിൽക്കാൻ പാരണ്ട. അതൊന്നും സാരമില്ല. വാതില് പൂട്ടിയിട്ടേ ഉള്ളത്. ഞാനിങ്ങനെ പുറത്ത് കിടക്കും. നിനക്ക് അത്യാവശ്യം വേണ്ടുന്ന തുണി സാധനങ്ങളെല്ലാം എടുത്തിട്ടൊരു ബാഗിലാക്ക്. ഞാൻ ഓട് ഇളക്കി വെക്കാം. നീ 10,000 ഒരു സ്റ്റൂൾ വെച്ച് കയറി മോളുവാ. വേ നോക്ക്.
ഗൗരീൻ്റെ പഠിപ്പെല്ലാം തീർന്നു. എത്ര വേഗാന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് തെയ്യം ഗംഭീരാവും. ഓക്ക് ശ്രദ്ധ നല്ലോണം ഉണ്ട്, നല്ല വിശ്വാസവും. അതെ, ഇനി ഇന്നും കൂടെ ആദ്യാവസാനം വരെ ഒന്ന് നോക്കണം. അത് കഴിഞ്ഞാൽ എൻ്റെ പണി തീർന്നു. പിന്നെ തെയ്യപ്പുറപ്പാട് വരെ പ്രാർത്ഥന മാത്രം മതി, എല്ലാം ഭംഗിയാവും. പ്രാർത്ഥന ഓക്ക് നല്ലോണം ഉണ്ട്, പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കൈമേലേ. കാര്യങ്ങളെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് നന്നായി നടക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം, അല്ലേ ചെയ്യമ്മേ? അതെ. ഒരുക്കങ്ങൾ കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. എന്നാ ഞാൻ പോയിട്ടൊന്ന് മുറുക്കിയിട്ട് വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. അച്ഛാ, എന്താ മോളെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ മോളെ. ഇന്നലെ രാത്രിക്ക് ഞാൻ ദൂരത്തായിനി. അച്ഛന്റെ ചികിത്സ ഫലിച്ചു മോളെ. മോളെ രോഗം മാറി, അതിന്റെ ലക്ഷണം അത്. പക്ഷേ ഈ ദേവസ്ഥാനത്ത് എന്റെ ദൈവേ, തെയ്യം പുറപ്പെടാൻ ദിവസം അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എനിക്കാകെ പേടിയാവുന്നു. എല്ലാം ദേവിയിൽ അർപ്പിക്ക്. മറ്റാരും ഇക്കാര്യം അറിയണ്ട. മനസ്സ് പതറാണ്ട് നോക്ക്. മനക്കരുത്തുകൊണ്ടും ധ്യാനം കൊണ്ടും എന്തിനേയും തടഞ്ഞു നിർത്താൻ പറ്റണം. അത് നടക്കോ അച്ഛാ? മനക്കരുത്തുണ്ടെങ്കിൽ എന്തും നടക്കും. ശരീരശുദ്ധിയേക്കാൾ പ്രാധാന്യം മനഃശുദ്ധിക്ക് തന്നെയാ. മനസ്സിളകാതെ പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവും. മോള് പേടിക്കണ്ട.